ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഏവർക്കും അത്ര സുപരിചിതമല്ലാത്ത ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേരാണ് ടീ ട്രീ പ്ലാന്റ്. ചായയുടെ ചെടിയല്ല, ഇത് ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു പ്രത്യേകതരം ഒരു ചെടിയാണിത്. ഔഷധച്ചെടിയാണ്. മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല ഈ ചെടി. എന്നാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ ഔഷധച്ചെടി. ഓസ്ട്രേലിയയിലെ ചതുപ്പു നിലങ്ങളിലാണ് ഇത് വളർന്ന് ആരംഭം. അവിടെ ജന്മദേശം ഈ ചെടിയുടെ ഓസ്ട്രേലിയയിലാണ്. ഇതിൻ്റെ ഇലയിൽ നിന്ന് ഒരു പ്രത്യേകതരം ഓയിൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് മലേലുക്ക ഓയിൽ, അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ എന്ന് പറയും. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം മലേലുക്ക ആൾട്ടർനിഫോളിയ എന്നാണ്. ഫാമിലി മിറിട്ടേസിയെ ഫാമിലിയാണ്. അടുത്തതായിട്ട് ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇത് ഒരു എസൻഷ്യൽ ഓയിലാണ്. എന്താണ് എസൻഷ്യൽ ഓയിൽ? എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെടിയുടെയോ ഇലയുടെയോ അല്ലെങ്കിൽ പഴങ്ങളുടെയോ അതിൽ നിന്ന് എടുക്കുന്ന, അത് വാറ്റിയെടുക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഓയിലിനെയാണ് എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വാറ്റിയെടുക്കുന്നതിന് ആ ഔഷധത്തിൻ്റെ ഇലയുടെയോ പഴങ്ങളുടേതായോ തനതായിട്ടുള്ളൊരു സ്മെല്ല്, നല്ലൊരു സുഗന്ധം അതിനുണ്ടാവും. അത് ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും. അതാണ് അതിന് മാലിന്യ കൂട്ട് മറ്റ് ഒന്നും അതിനകത്ത് ചേർന്നിട്ടുണ്ടാവില്ല, ഒറിജിനലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ടീ ട്രീ ഓയിൽ, അത് ഒരു എസൻഷ്യൽ ഓയിലാണെന്ന്. പിന്നെ എന്താണ് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ? ഇതിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. അതായത് ബാക്ടീരിയയ്ക്ക് നശിപ്പിക്കുന്നു, രോഗാണുക്കളെ കൊല്ലുന്നു, വൈറസിനെ നശിപ്പിക്കുന്നു, ഫംഗസിനെ നശിപ്പിക്കുന്നു. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുമ, ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഇത് വളരെ ഉത്തമമാണ്. അതായത് ആവി കൊള്ളാം. ഇത് ഒരു 2-3 തുള്ളി വെള്ളത്തിൽ ചേർത്തിട്ട് വേപ്പറൈസ് ചെയ്യുക. ആവി കൊള്ളുന്നത് ചുമ, ജലദോഷം എന്നിവ ശമിക്കാനായിട്ട് ഏറെ സഹായിക്കുന്നു. മുറിവുകൾ അല്ലെങ്കിൽ പരിക്കുകളൊക്കെ സുഖപ്പെടുത്താനായിട്ട് ഇതിന് നല്ലൊരു ഗുണമുണ്ട്. ത്വക്കിനും മുടിക്കും നഖത്തിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ് ഇതിൻ്റെ ഓയില്. ഇതൊരു പ്രകൃതിദത്ത സാനിറ്റൈസറാണ്. അതായത് അണുനാശിനിയായിട്ട് ഇത് ഉപയോഗിക്കുന്നു, വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അടുത്തതായിട്ട് ഇതിൻ്റെ ആക്ഷൻ പറയുന്നത് മുഖക്കുരുവിന് ഇത് ഉത്തമമാണ്. വായുനാറ്റത്തിന് ഇതിനെ ശമിപ്പിക്കുന്നു. ഇത് വായിലെ അണുക്കളെ ഇത് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ശരീരത്തിലെ വിയർപ്പ് മൂലം ഉണ്ടാകുന്ന ദുർഗന്ധം ഇതിനെയൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള വലിയ കഴിവ് ഇതിനുണ്ട്. ഇനി ഇതിന് ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ താരൻ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ഒരു 3 തുള്ളി ഒലീവ് ഓയിൽ ഒരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഇതൊരു 3 തുള്ളി ടീ ട്രീ ഓയിൽ അതിനകത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല തലയിൽ ഒരു പഞ്ഞി ഇതിനകത്ത് മുക്കിയിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇത് മുടി കൊഴിച്ചിലിനെ ശമിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ താരനെ ശമിപ്പിക്കാനും ഉള്ള കഴിവതിനുണ്ട്. ഇനി മുഖക്കുരുവിനാണെങ്കിൽ അല്പം തേനെടുത്ത് അതിൽ ടീ ട്രീ ഓയിൽ ഒരു 3 തുള്ളിയോ 4 തുള്ളിയോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് 30 മിനിറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഖക്കുരുവിൻ്റെ വളർച്ചയെ ഇത് ശമിപ്പിക്കുന്നു. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ടിനെ ശമിപ്പിക്കാനായിട്ടുള്ള വലിയ ഗുണം ഇതിനുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയോ ഒലീവ് എണ്ണയോ എടുത്ത് അതിൽ ടീ ട്രീ ഓയിൽ ഒരു 10 തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ആ മസാജ് ചെയ്യുന്നത് നീർക്കെട്ടിനെ ശമിപ്പിക്കാനായിട്ട് വളരെയധികം ഉപയോഗിക്കും, അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊരു ആക്ഷൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കോൾഡ്, അതുപോലെ തന്നെ സൈനോസൈറ്റിസ്, ശിരസിൽ കഫ നിറഞ്ഞിട്ടുള്ള തലവേദനയ്ക്ക് ഉത്തമമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു 3 തുള്ളി ടീ ട്രീ ഓയിൽ എടുത്തിട്ട് വെള്ളത്തിൽ ചേർക്കുക, അത് തിളപ്പിക്കുക, ആവി കൊള്ളുക. ആവി കൊള്ളുന്നത് രാവിലെയും വൈകിട്ടും ആവി കൊള്ളുന്നത് ഉത്തമമാണ്. പിന്നെ മോണരോഗങ്ങൾ, വായ്പുണ്ണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ചൂടുവെള്ളം ലൈറ്റായിട്ട് സഹിക്കാവുന്ന ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ഒരു 3 തുള്ളി ടീ ട്രീ ഓയിൽ ഒഴിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കവിൾ കൊള്ളുന്നത് മോണരോഗങ്ങളെ ശമിപ്പിക്കുന്നു, വായിൽ പുണ്ണിനെയും ശമിപ്പിക്കുന്നു. അപ്പോൾ ഈ ടീ ട്രീ ഓയിൽ നമുക്ക് അത്ര സുപരിചിതമല്ല എങ്കിലും
അതിൻ്റെ ഉപയോഗം ഇന്ന് വളരെ പ്രചാരത്തിലിരിക്കുന്നു. നമ്മളത് ഉപയോഗിക്കുന്നത് ഏറെ ഉത്തമമാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. മറ്റൊരു